മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. നാരായണീയം 57-ാമത്തെ ദശകത്തിൽ 1, 2, 3 ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. ഒന്നാമത്തെ ശ്ലോകം. രാമസഖ ക്വാപി ദിനേ കാമദ ഭഗവൻ ഗതോ ഭവൻ വിപിനം സൂനുഭിരപി ഗോപാനം ധേനുഭിരഭിസംവൃതോ യസദ്വേഷഃ. ഈ പ്രലംബൻ എന്നുള്ളതായിട്ടുള്ള അസുരനെ വധിക്കണതായിട്ടുള്ള കഥയാണ്. കാളിയമർദ്ദനം കഴിഞ്ഞു, കാട്ടുതീയെ പാനം ചെയ്തതായിട്ടുള്ള കഥ പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ഇനി പ്രലംബം ആണ് അടുത്ത ദശകത്തിൽ പറയാൻ പോണത്. അപ്പോൾ അവിടെ ആദ്യം പ്രലംബനെ വധിക്കുന്നതിന് മുൻപായിട്ട് കാട്ടിലേക്ക് പോയതായിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണ്. രാമസഖ, രാമനായിരുന്ന സഖാവോടുകൂടി, സ്നേഹിതനോടുകൂടി, രാമൻ എന്ന് പറഞ്ഞാൽ ഏട്ടനാണ്, ആ ഏട്ടനോടൊപ്പം എന്നുള്ള അർത്ഥമുള്ളൂ. രാമൻ ആയിട്ടുള്ള സഖിയോടൊപ്പം, സഖി കൂട്ടുകാരൻ, അതായത് രാമനെ കൂട്ടുകാരനായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല, 3-4 മാസത്തെ വ്യത്യാസമേ ഉള്ളൂ രണ്ടാളകം കൂടിയിട്ട് പ്രായത്തിൽ. എങ്ങനെയായാലും ആ രാമസഖനായിട്ടുള്ള അങ്ങ്, രാമനോടുകൂടിയ ബലരാമനോടുകൂടിയ അങ്ങ് രാമസഖ ക്വാപി ദിനേ, ക്വാപി ദിനേ ഒരു ദിവസം, ഇന്ന ദിവസം എന്ന് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, ഒരു ദിവസം അങ്ങനെ വൃന്ദാവനത്തിൽ താമസിക്കുന്നതിനിടയിൽ ഒരു ദിവസം, ക്വാപി ദിനേ ഒരു ദിവസത്തിൽ, ഭഗവൻ കാമദ ഭഗവൻ, രണ്ടും സംബോധനയാണ്. കാമദ എല്ലാ കാമങ്ങളെയും നൽകുന്നവൻ, ആഗ്രഹങ്ങളെയെല്ലാം പൂജിപ്പിക്കുന്നതായിട്ടുള്ള അല്ലയോ ഭഗവൻ. ഭഗവൻ എന്നുള്ളതിന് പല ദിക്കിലും അർത്ഥം പറഞ്ഞു കഴിഞ്ഞതാണ്. ഐശ്വര്യാദികളൊക്കെ ഉള്ളതായിട്ടുള്ള ആള് എന്ന ഐശ്വര്യസ്യ സമഗ്രസ്യ ജ്ഞാനസ്യ യശസ്ശ്രിയ എന്ന് പറഞ്ഞിട്ടുണ്ട്. 6 കൂട്ടം. ആദ്യം തന്നെ ഭഗവാൻ എന്നുള്ളതായിട്ടുള്ള പദത്തിന് അങ്ങ് ഏറ്റവും യോഗ്യനായിട്ടുള്ളതാണ് എന്ന് 1-ാമത്തെ അധ്യായം ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം എന്നുള്ളതായിട്ടുള്ള ശ്ലോകത്തിൽ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ ഭഗവൻ അല്ലയോ ഭഗവൻ, ഐശ്വര്യാദി പൂർണ്ണനായിട്ടുള്ള അല്ലയോ ഭഗവൻ, എല്ലാ കാമങ്ങളെയും നൽകുന്ന ഭഗവൻ. ഗതോ ഭവൻ വിപിനം, ഭവാൻ വിപിനം ഗതഃ, ഗതോ ഭവാൻ പദം മുറിക്കുമ്പോൾ ഗതഃ ഭവാൻ എന്നാവും. ഭവാൻ വിപിനം ഗതഃ, അങ്ങ് കാട്ടിലേക്ക് പോയി എന്നാണ്. രാമനോടൊപ്പം, ബലരാമനോടൊപ്പം, അതായത് കുറച്ച് വലുതാണ് ബലരാമനെ, ഒരു ഏട്ടനായിട്ടൊക്കെ തന്നെയാണ് കണക്കാക്കിയിരിക്കുന്നത്. എന്നുണ്ടായാലും ഇവിടെ ഒരു കൂട്ടുകാരനെ പോലെയാണ് രാമനോടൊപ്പം കാട്ടിലേക്ക് പോയി. തേനുക്കളെയും കൊണ്ട് തന്നെ, പശുക്കളെയും കൊണ്ട് തന്നെയാണ് പോയത്. വേറെയും കൂട്ടുകാരൊക്കെ ഉണ്ട്. കാമദ ഭഗവൻ ഗതോ ഭവാൻ വിപിനം, ഭവാൻ വിപിനം ഗതഃ, അങ്ങ് കാട്ടിലേക്ക് പോയി രാമനെ ഉണ്ടോ ഒപ്പം എന്നുള്ളതാണ്. ഇവിടെ രാമനുണ്ടോ ഒപ്പം എന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയാൻ കാരണം രാമനെ കൊണ്ടാണ് പ്രലംബനെ വധിക്കുന്നത്. പ്രലംബൻ എന്നുള്ളതായിട്ടുള്ള അസുരനെ വധിക്കുന്നത് രാമനാണ്, ബലരാമനാണ്. അപ്പോൾ അതാണ് രാമസഖനായിട്ട് പോയി എന്ന് പ്രത്യേകിച്ച് പറയുന്നത്. അല്ലെങ്കിൽ എല്ലായ്പ്പോഴും രാമനില്ല എന്നുള്ളത് കാളിന്തിയുടെ കാളിന്തിയിലെ വിഷം ഇതാവണ സമയത്തിൽ അവിടെ പ്രത്യേകിച്ച് പറഞ്ഞു രാമൻ ഇല്ലാണ്ടേ കണ്ടാണ്, ബലരാമൻ ഇല്ലാതെ കണ്ടാണ് പോയത് കാളിന്തിയിലേക്ക് എന്ന് പറയേണ്ടതായിട്ടുണ്ട്. ഇവിടെ ആ രാമസഖ രാമനോട് കൂടിയിട്ടാണ് എന്ന് പറഞ്ഞതും ഇവിടെ പ്രലംബനെ വധിക്കുമ്പോൾ അതിന് രാമനാണ് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് കൊണ്ടാണ് രാമസഖനായിട്ട് പോയി എന്ന് പ്രത്യേകിച്ച് പറയാൻ കാരണം. അവിടെ രാമൻ ഇല്ലാതെ കണ്ട് പോയി എന്ന് പറയാനും ഒരു കാരണമുണ്ട് ശരിക്ക്. എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കാളിയനെ അവിടുന്ന് ഓടിക്കാനായിട്ടല്ലേ പോണത്. ഈ കാളിയൻ എന്നുള്ളത് പാമ്പാണ് അല്ലേ. ഈ കാളി ബലരാമൻ എന്നുള്ളത് ആദിശേഷൻ്റെ അവതാരമാണെന്നാണ് സങ്കല്പം. അങ്ങനെയാണ് പറയണത്. ആദിശേഷൻ്റെ അവതാരമായിട്ടാണ് ബലരാമൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ കാളിയനെ അവിടുന്ന് നശിപ്പിക്കാനായിട്ട്, പീഡിപ്പിക്കാനായിട്ട് പോണതായിട്ടുള്ള ഭഗവാന് ഈ രാമൻ ഒപ്പം അവിടെ ആവശ്യമില്ല എന്നുള്ളതാണ്. ആദിശേഷൻ്റെ പാമ്പിൻ്റെ ഇതാണല്ലോ. അപ്പോൾ ആദിശേഷൻ്റെ അവതാരമാണ് ബലരാമൻ എന്നുള്ളത് കൊണ്ട് ബലരാമൻ വേണ്ട അവിടെ അവസരത്തിൽ എന്നുള്ളതും കൂടിയും പ്രത്യേകിച്ച് തോന്നിയിട്ടാണ് ആ രാമനില്ലാതെ കണ്ടുപോയി എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ രാമസഖ എന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുള്ളത് രാമനാണ് അവിടെ പറമ്പനെ കൊല്ലാൻ പോണത്. അപ്പോൾ അതുകൊണ്ടാണ് ആ രാമസഖനായിട്ട് പോയി എന്ന് പ്രത്യേകിച്ച് ഇവിടെ പറഞ്ഞത്. രാമസഖ
ക്വാപിദിനെ ഒരു ദിവസം, ഏതോ ഒരു ദിവസം, കാമദ ഭഗവൻ, കാമദനം ആയിട്ടുള്ള ഭഗവാനുമായിട്ടുള്ള അല്ലയോ ഭഗവൻ, ഗതോ ഭവാൻ വിപിനം, അങ്ങ് കാട്ടിലേക്ക് പോയി, രാമനോടൊപ്പം കാട്ടിലേക്ക് പോയി. സൂനുഭിരപി ഗോപാനാം ധേനുഭിരഭിസംവൃത ലസദ്വേഷ, എങ്ങനെയാണ് പോയത്? ലസദ്വേഷ, നല്ല പോലെ തിളങ്ങുന്നതായിട്ടുള്ള ഭംഗിയുള്ളതായിട്ടുള്ള വേഷവിധാനങ്ങളോടെ കൂടി നല്ല പട്ടുവസ്ത്രം അണിഞ്ഞിട്ടുണ്ട്, മലമാലകളോ ഒക്കെ മാല്യങ്ങളൊക്കെ സ്വർണ്ണാഭരണങ്ങളോ വേണ്ടതൊക്കെ അണിഞ്ഞിട്ടുണ്ട്, നല്ലവണ്ണം ലസദ്വേഷ, ലസത്തായിരിക്കുന്ന വേഷത്തോടു കൂടി നല്ല പോലെ ഭംഗിയുള്ളതായിട്ടുള്ള വേഷത്തോടു കൂടി കാട്ടിലേക്ക് പോയി എന്നാണ്. പിന്നെ രാമൻ മാത്രമല്ല ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയാണ്. സൂനുഭിരപി ഗോപാനാം, ഗോപാനാം സൂനുഭിഹി അഭി, ഗോപന്മാരുടെ സൂനുക്കള് പുത്രന്മാർ, ഗോപന്മാരുടെ പുത്രന്മാരും ബാക്കി ഗോപാല ബാലന്മാരും ഉണ്ട്. ഗോപാനാം ധേനുഭിഹി സൂനുഭിഹി ധേനുഭിഹി അഭി, പശുക്കളും ഉണ്ട് കൂട്ടൻ. ഗോപന്മാരുടെ ബാലന്മാരുണ്ട്, പശുക്കളും ഉണ്ട് കൂട്ടൻ. ഇവരെയൊക്കെ അഭിസംവൃത, ഇവരാൽ ചുറ്റപ്പെട്ടുകൊണ്ട്, ഇവരൊക്കെ ഒപ്പം കൂടെ, എല്ലാവരുടെയും കൂടെ അവരൊക്കെ ഭഗവാനെ ചുറ്റും കൊണ്ട് ഗോപാല ബാലന്മാരും ഉണ്ട്, ഈ പശുക്കളുണ്ട്. ചുറ്റിപ്പെട്ടുകൊണ്ട് വെച്ചാൽ ഒപ്പം നടക്കുന്നുണ്ട്, ഇങ്ങനെ കാട്ടിൽ നടക്കില്ലേ, കാട്ടിലേക്ക് നടക്കില്ലേ, അപ്പം എല്ലാവരും ഉണ്ട്. എല്ലാവരുമായിട്ട് അങ്ങോട്ട് കാട്ടിലേക്ക് പോയി, നല്ല വേഷഭൂഷാദികളൊക്കെ അണിഞ്ഞുകൊണ്ട് എന്നാണ്. രാമസഖനായിട്ട് രാമനോട് കൂടിയവനായി ക്വാപിദിനെ, ഏതോ ഒരു ദിവസം, കാമദ ഭഗവൻ, കാമങ്ങളെയെല്ലാം നൽകുന്നതായ അല്ലയോ ഭഗവൻ, ഗതോ ഭവാൻ വിപിനം, ഭവാൻ വിപിനം ഗത, അങ്ങ് കാട്ടിലേക്ക് പോയി. എങ്ങനെ? സൂനുഭിഹി അപി ഗോപാനാം ധേനുഭിഹി അപി, ഗോപാനാം സൂനുഭിഹി ധേനുഭിഹി അപി അഭിസംവൃത, അഭിസംവൃതനായിട്ട് ചുറ്റപ്പെട്ടുകൊണ്ട്. ആരാൽ ചുറ്റപ്പെട്ടാണ്? ആരാണ് ചുറ്റിക്കൊണ്ടിരുന്നത്? ഗോപാനാം സൂനുഭിഹി, ഗോപന്മാരുടെ പുത്രന്മാർ, മറ്റ് ഗോപന്മാരുടെ പുത്രന്മാരും, ധേനുഭിഹി അപി, ധേനുക്കളും പശുക്കളും, ഇവരൊക്കെ ചുറ്റും നടന്നുകൊണ്ട് അങ്ങ് കാട്ടിലേക്ക് പോയി എന്ന്. അടുത്ത ശ്ലോകം. സന്ദർശയൻ ബലായ സ്വൈരം വൃന്ദാവനശ്രിയം വിമലം കാണ്ഡീരൈ സഹ ബാലൈർ ഭാണ്ഡീരകമാകമോ വടം ക്രീഡൻ. ഇനി അപ്പോൾ പോണ വഴിക്ക് ഇങ്ങനെ ഭംഗി, കാട്ടിലെ ആ ഭംഗിയൊക്കെ കാണുന്നുണ്ട് എന്ന് മാത്രമല്ല, ഈ രാമേട്ടന് ഇടയ്ക്കൊക്കെ അപ്പം അതൊക്കെ പറഞ്ഞു കൊടുക്കണുണ്ട്, കാണിച്ചു കൊടുക്കണുണ്ട്. അത് കണ്ടില്ലേ, ഇത് കണ്ടില്ലേ എന്ന് ചോദിച്ചും കൊണ്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കണുണ്ട് എന്നാണ്. സന്ദർശയൻ ബലായ സന്ദർശയൻ, ബലരാമന് കാണിച്ചു കൊടുത്തുകൊണ്ട്, സന്ദർശയൻ കാണിച്ചു കൊടുത്തുകൊണ്ട്, എന്ത്? സ്വൈരമായിട്ട് വനശ്രീയം വിമലം, വിമലമായിട്ടുള്ള ആ വനത്തിൻ്റെ ഭംഗിയെ, വനശ്രീയം കാടിൻ്റെ ആ ഭംഗി, കാനന ഭംഗി, അത് കാണിച്ചു കൊടുത്തുകൊണ്ട്, വിമലമായിട്ടുള്ള ആ കാനന ഭംഗി, അതായത് യാതൊരു വൃത്തികേടും ഇല്ലാതെ കണ്ടുള്ളതായിട്ടുള്ള ആ തികഞ്ഞ കാടിൻ്റെ ആ ഭംഗി മുഴുവൻ സ്വയം ആസ്വദിക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം ഏട്ടനെ കൊണ്ട് ആസ്വദിപ്പിക്കുന്നുണ്ട്, ഏട്ടന് കാണിച്ചു കൊടുത്തുകൊണ്ട് ഓരോന്നും നല്ല നല്ല കാഴ്ചകളുണ്ടാവുമ്പോൾ അതൊക്കെ ഇതാ ഏട്ട അവിടെ നോക്കൂ, ഇവിടെ നോക്കൂ എന്നിങ്ങനെ ഏട്ടനെ കാണിച്ചു കൊടുത്തുകൊണ്ട്, സന്ദർശയൻ ബലരാമന് കാണിച്ചു കൊടുത്തുകൊണ്ട്, എന്തിനെ? വൃന്ദാവനശ്രീയം വിമലം, വിമലമായ ആ വൃന്ദാവനത്തിൻ്റെ ഐശ്വര്യത്തെ ബലരാമന് കാണിച്ചു കൊടുത്തുകൊണ്ട് കാട്ടിലേക്ക് പോയി എന്നാണ്. കാണ്ഡീരൈ സഹ ബാലൈഹി, ബലരാമൻ മാത്രമല്ലല്ലോ, നേരത്തെ പറഞ്ഞല്ലോ, കാണ്ഡീരൈഹി സഹ ബാലൈഹി, ബാലന്മാരോടൊപ്പം. എങ്ങനെയുള്ള ബാലന്മാര്? കാണ്ഡീരൈഹി, കാണ്ഡീരന്മാരായിട്ടുള്ള ബാലന്മാർ. കാണ്ഡം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വടി, ഇതിൻ്റെയൊക്കെ കഷ്ണം എന്നുള്ളതാണ്, മരക്കഷ്ണം എന്നുള്ളത്. ഇവിടെ വടി ആണ്, പശുക്കളെ മേയ്ക്കാനാണല്ലോ പോണത്. അപ്പോൾ ആ പശുക്കളെ മേയ്ക്കാനുള്ളതായിട്ടുള്ള വടി എല്ലാവരുടെ കയ്യിലുണ്ട്. കാണ്ഡീരൈഹി, അപ്പോൾ കാണ്ഡം എന്ന് പറഞ്ഞാൽ വടി, കാണ്ഡീരന്മാർ എന്ന് പറഞ്ഞാൽ വടികളോട് കൂടിയ ബാലൈഹി, ബാലന്മാരോടൊപ്പം, കാണ്ഡീരത്തോടു കൂടിയ കാണ്ഡത്തോടു കൂടിയ ബാലന്മാരോടൊപ്പം, അതായത് വടി പിടിച്ചിട്ടുള്ളതായ എല്ലാവരും പശുക്കളെ മേയ്ക്കാനുള്ള വടി എല്ലാവരുടെയും കയ്യിലുണ്ട്. അങ്ങനെയുള്ളതായ ബാലന്മാരോടൊപ്പം കാണ്ഡീരൈഹി സഹ ബാലൈഹി ഭാണ്ഡീരകമാഗമഃ, വനം വടം ക്രീഡൻ, ഭാണ്ഡീരകം വടം ആഗമഃ,
ഭാണ്ഡീരകം എന്ന് പറയുന്നതായിട്ടുള്ള വടവൃക്ഷത്തിലേക്ക് എന്ന് പറഞ്ഞാൽ വടവൃക്ഷത്തിൻ്റെ ചുവട്ടിലേക്ക്, അതിൻ്റെ സമീപത്തേക്ക്, ആ വടവൃക്ഷത്തിൻ്റെ സമീപത്തേക്ക് ആഗമഹ അങ്ങ് വന്നു. എങ്ങനെ? ക്രീഡൻ, കളിച്ചുകൊണ്ട്. എല്ലാവരും കൂടി കളിക്കുകയാണ്. കളിച്ച് ചിരിച്ച് അങ്ങനെ വർത്തമാനം പറഞ്ഞിട്ടും ഒക്കെ, അല്ലെങ്കിൽ കളിക്കാനായിട്ട് ആ ഭാണ്ഡീരകം എന്നുള്ളതായിട്ടുള്ള ആ വടവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ എത്തി എന്നാണ്. ആ ഭാണ്ഡി പേരാല് ആണ് വടവൃക്ഷം എന്ന് പറഞ്ഞാൽ. ആ പേരാല് അങ്ങനെ പിന്നെ പടർന്ന് പന്തലിച്ച് നിൽക്കുമല്ലോ. അപ്പോൾ അവിടെ അതിൻ്റെ ചുവട്ടിൽ നല്ലോണം തണലുണ്ടാവും. അപ്പോൾ അവിടെ കളിക്കാൻ നല്ല സുഖമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവരൊക്കെ കൂടിയിട്ട് ആ ഭാണ്ഡീരകം എന്നുള്ളതായ വടവൃക്ഷത്തിൻ്റെ ചുവട്ടിലേക്ക് എത്തി. കൃഷ്ണനുണ്ട്, ബലരാമനുണ്ട്, വേറെ ഉള്ളതായിട്ടുള്ള ഗോപകുമാരന്മാരുണ്ട്, പശുക്കളും ഉണ്ടോ. അപ്പം അങ്ങനെ സന്ദർശയൻ ബലായ, ബലനായിക്കൊണ്ട് ബലരാമനായിക്കൊണ്ട് സന്ദർശയൻ കാണിച്ചു കൊടുത്തുകൊണ്ട്, എന്ത്? സ്വൈരമായി കാണിച്ചു കൊടുത്തുകൊണ്ട്, വൃന്ദാവനശ്രിയം വിമലാം, വിമലമായ വൃന്ദാവനത്തിൻ്റെ ആ ഐശ്വര്യത്തെ, കാനന ഭംഗിയെ കാണിച്ചു കൊടുത്തുകൊണ്ട്, സ്വൈരം കാണ്ടീരൈഹി ബാലൈഹി സഹ, വടികളും കയ്യിൽ പിടിച്ചിട്ടുള്ളതായ, പശുക്കളെ മേയ്ക്കാനുള്ളതായ വടികൾ എല്ലാവരുടെയും കയ്യിലുണ്ട്. അങ്ങനെയുള്ളതായിട്ടുള്ള ആ വടികളോടുകൂടിയ ബാലൈഹി, ബാലന്മാരോടൊപ്പം, കാണ്ടീരൈഹി സഹ ബാലൈഹി, ഭാണ്ഡീരകം വടം ആഗമഹ ക്രീഡൻ, കളിച്ചുകൊണ്ട് ഭാണ്ഡീരകം വടം ആഗമഹ, ഭാണ്ഡീരകം എന്ന വടവൃക്ഷത്തിലേക്ക്, വടവൃക്ഷത്തിൻ്റെ ചുവട്ടിലേക്ക് ആഗമഹ അങ്ങ് വന്നു. അടുത്ത ശ്ലോകം. താവകനിധന സ്പൃഹയാലുർഗോപമൂർത്തിരദയാലു ദൈത്യ പ്രലംബനാമാ പ്രലംബബാഹും ഭവന്തമാവേദേ. ആ സമയത്ത് താവകനിധന സ്പൃഹയാലുഹു, അങ്ങയുടെ നിധനത്തിൽ, അങ്ങയെ വധിക്കുന്നതിൽ, സ്പൃഹയാലു, സ്പൃഹയോടുകൂടിയ, ആഗ്രഹത്തോടുകൂടിയ, അങ്ങയെ വധിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അങ്ങയുടെ വധത്തിൽ ആഗ്രഹത്തോടു കൂടി എന്ന് പറഞ്ഞാൽ അങ്ങയെ വധിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട്, താവകം അങ്ങയുടേത്, താവകനിധനം അങ്ങയുടേതായ നിധനം, വധം, അതിൽ സ്പൃഹയാലുഹു, സ്പൃഹയോടുകൂടിയവനായി, ആഗ്രഹത്തോടു കൂടിയവനായി, സ്പൃഹയാലു ഗോപമൂർത്തി അദയാലുഹു, സ്പൃഹയാലുഹു എന്ന പദം മുറിക്കുക. ഗോപമൂർത്തി അദയാലുഹു, ദയ ഇല്ലാത്തവനും, അദയാലുഹു, ദയ ഇല്ലാത്തവനും ആയിട്ടുള്ള ആ ഗോപമൂർത്തി ദൈത്യൻ, ഗോപമൂർത്തിയായ ദൈത്യൻ, ഗോപവേഷം ധരിച്ചതായ ദൈത്യൻ, പ്രലംബൻ എന്നുള്ളതായ ആ ദൈത്യൻ, അസുരൻ, ഗോപവേഷം ധരിച്ചുകൊണ്ട്, ഗോപാലകന്മാരോട് കൂടിയിട്ടാണല്ലോ കളിക്കണത്. അപ്പോൾ അതിലൊരു ഗോപനായിട്ട്, അതായത് കൂട്ടുകാരനായിട്ട് ഉള്ള ഒരു ഗോപനാണെന്ന് ധരിച്ചോട്ടെ എന്ന് വിചാരിച്ച ആ ഗോപന്മാരുടെ വേഷഭൂഷാദികളൊക്കെ കൂടിയിട്ട്, അങ്ങനെ ആ ഗോപന്മാരുടെ വേഷഭൂഷാദികളോടുകൂടി ദൈത്യ പ്രലംബനാമ, പ്രലംബൻ എന്നു പേരായ ദൈത്യൻ, അസുരൻ, പ്രലംബൻ എന്നു പേരായ ദൈത്യ, അസുരൻ, പ്രലംബബാഹും ഭവന്തമാപേദേ, ഭവന്തം ആപേദേ, അങ്ങയെ സമീപിച്ചു, ആപേദേ സമീപിച്ചു, അങ്ങയുടെ അടുത്ത് വന്നു, അങ്ങയെ പ്രാപിച്ചു, അങ്ങയുടെ സമീപത്തെത്തി. എങ്ങനെയുള്ളതാണ് അങ്ങ്? പ്രലംബബാഹും, പ്രലംബമായ ബാഹുക്കളോടുകൂടിയ ആളെ, അതായത് ആജാനുബാഹു എന്നൊക്കെ പറയാറില്ലേ, മുട്ടുവരെ നീണ്ടു കിടക്കുന്നതായിട്ടുള്ള കൈകൾ, അത് പുരുഷ സൗന്ദര്യത്തിൻ്റെ ലക്ഷണമായിട്ടാണ് പറയണത്. നല്ല നീണ്ട കയ്യ് മുട്ടുവരെ എത്തണം എന്നാണ് പറയുക. അത് ഏറ്റവും ഐശ്വര്യപൂർണമായിട്ടുള്ള പുരുഷലക്ഷണമാണത്. അപ്പോൾ അങ്ങനെ ആ പ്രലംബബാഹും ഭവന്തം, പ്രലംബബാഹുവായ അങ്ങയെ സമീപിച്ചു, അങ്ങയുടെ സമീപത്തേക്ക് വന്നു. പ്രലംബബാഹും ദ്വിതീയാണ്. അപ്പോൾ പ്രലംബബാഹുവായ നീണ്ട കൈകളോടുകൂടിയ അങ്ങയുടെ സമീപത്തെ പ്രാപിച്ചു. ആര്? പ്രലംബൻ എന്നുള്ളതായ അസുരൻ, പ്രലംബനാമാ ദൈത്യ, പ്രലംബൻ എന്നു പേരായ ദൈത്യൻ അങ്ങയുടെ സമീപത്തെത്തി. താവത്, ആ സമയത്ത് താവകനിധന സ്പൃഹയാലുഹു, അങ്ങയുടെ നിധനത്തിൽ, അങ്ങയുടെ വധത്തിൽ ആഗ്രഹത്തോടു കൂടിയവനായി, അദയാലുഹു, ദയവില്ലാത്തവനും, ഗോപമൂർത്തി, ഗോപന്മാരുടെ വേഷം ധരിച്ചവനുമായിട്ടുള്ള പ്രലംബനാമ ദൈത്യ, പ്രലംബൻ എന്നു പേരായ ദൈത്യൻ, പ്രലംബബാഹും ഭവന്തം ആപേദേ, പ്രലംബബാഹുവായ നീണ്ട കൈകളോടുകൂടിയതായ ഭവന്തം അങ്ങയെ
സമീപിച്ചു, അങ്ങയുടെ അടുത്തേക്ക് വന്നു ഈ പ്രലംബൻ എന്നുള്ളതായ അസുരൻ. ഒന്ന് ചെല്ലാൻ മുഴുവനും. രാമസഖക്വാപിദിനേ കാമദ ഭഗവൻ ഗതോ ഭവൻ വിപിനം സൂനുഭിരപി ഗോപാനം ധേനുഭിരഭിസംവൃതോ രസദ്വേഷഃ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. ഇഷ്ടപ്രദനങ്ങൊരു നാൾ ജ്യേഷ്ഠനൊത്തുപോയി വനം രസമായി. പശുവും പശുപാലരോടും വനത്തിലെത്തി മിനുത്ത വേഷമുടേ. സന്ദർശയൻ ബലായ സ്വൈരം വൃന്ദാവനശ്രിയം വിമലാം കാണ്ഡീരൈ സഹ ബാലൈർ ഭാണ്ഡീരകമാഗമോ പടം ക്രീഡൻ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. ഏട്ടനു കാട്ടീ സ്വൈരം കമനീയം വൃന്ദാവനം വിമലം വടിയുമെടുത്തിഷ്ടരുമായി കളിച്ചെത്തി ഭാണ്ഡീരകം കാട്ടിൽ. താവത്താവകനിധനസ്പൃഹയാലുർഗോപമുക്തിരതയാലു ദൈത്യ പ്രലംബനാമാ പ്രലംബബാഹും ഭവന്തമാപേദേ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. കൊല്ലാനായി ഭവാനെ പ്രലംബനാം അസുരനതിക്രൂരൻ ഗോപാലവേഷമുടേ പ്രലംബഭുജനങ്ങരികിലേക്കെത്തി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.